ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷ എന്നുള്ളത് ചൈനയിലാണ്. അതായത് ചൈനയിൽ സ്കൂൾ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷ, അതിൻ്റെ പേരാണ് GAO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചൈനയിലെ ദേശീയ പ്രവേശന പരീക്ഷ. ഏകദേശം 1.25 കോടിയിൽ അധികം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ആ പരീക്ഷ എഴുതുന്നത്. പക്ഷേ പരീക്ഷയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ചൈനയിലെ എല്ലാ ഉയർന്ന പഠനങ്ങൾക്കും, അതായത് ദേശീയ നിലവാരമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമുള്ള ബിരുദ പഠനങ്ങൾക്ക് ഈ ഒരു ഒറ്റ പരീക്ഷ മാത്രം എഴുതിയാൽ പ്രവേശനം കാത്തിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയ്ക്ക് മാത്രം അപേക്ഷ നൽകിയാൽ മതി. ഒരു തവണ മാത്രം എക്സാം ഫീസ് അടച്ചാൽ മതി. വിദ്യാർത്ഥി ബിരുദതലത്തിൽ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ട വിഷയങ്ങൾ ആ പരീക്ഷയിൽ സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അതായത് വെറും ഒരു പരീക്ഷ കൊണ്ട് തന്നെ രാജ്യത്തെ ഏത് ഉയർന്ന പഠനങ്ങൾക്കും പ്രവേശനം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏകീകൃത അനുപമ പരീക്ഷയാണ് ചൈനയിലെ ഗവാക്കോ എന്ന എക്സാം. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, ഒറ്റത്തവണ മാത്രം എക്സാം ഫീ അടച്ചാൽ മതി എന്ന് മാത്രമല്ല, ഒരു വിദ്യാർത്ഥി ഒരു വിഷയം ഒന്നിലധികം തവണ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഒരു വിദ്യാർത്ഥിക്ക് മെഡിക്കൽ പഠനവും എഞ്ചിനീയറിംഗ് പഠനവും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് രണ്ടിൽ ഏതാണോ ലഭ്യമാവുക എങ്കിൽ അത് പഠിക്കാമെന്നുള്ള നിലയ്ക്ക് രണ്ടിൻ്റെയും പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പരീക്ഷയിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും 4 എഴുതണം എന്നേ ഉള്ളൂ. ഇനി ആ പരീക്ഷയുടെ എക്സാം ഫീ ആകട്ടെ, അതും തന്നെ ഏകദേശം ഇന്ത്യൻ രൂപ പരിഗണിക്കുമ്പോൾ ഏകദേശം 1500 രൂപ മുതൽ 4000 രൂപ വരെയുള്ള സംഖ്യയാണ് ചിലവാകുന്നത്. അതായത് എത്ര വിഷയങ്ങളാണോ എക്സാം എഴുതുന്നത് അതിനനുസരിച്ച് മാറ്റമുണ്ടാകും എന്നേ ഉള്ളൂ. എന്നാൽ ആ ഒരു ഒറ്റ പരീക്ഷ കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിക്ക് ജേർണലിസം, അതുപോലെ ഡിസൈനിങ്, ആർക്കിടെക്ചർ, മാനേജ്മെൻറ്റ്, ലോ, ബിസിനസ്, സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എന്നിങ്ങനെ രാജ്യത്തെ നിലവാരമുള്ള ഏത് വിഭാഗം പഠനങ്ങൾക്കും ഏത് സർവകലാശാലകളിലും പഠിക്കാവുന്നതാണ്. അതായത് രാജ്യത്ത് വേറിട്ട മറ്റു എക്സാമുകൾ ആവശ്യമില്ല. അതാണ് ഒരു രാജ്യം ഒരു എക്സാം. ഇനി നമുക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏകദേശം ഏറ്റവും വലിയ പരീക്ഷ എന്നുള്ളത് മെഡിക്കൽ പഠനത്തിൻ്റെ പ്രവേശന പരീക്ഷയാവുന്ന നീറ്റ് എക്സാം ആയിരിക്കും. ഏകദേശം 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമാണ്. അതിൻ്റെ ഫീ എന്നുള്ളത് ഏകദേശം 2000 രൂപയാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥി നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ MBBS കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ, എഞ്ചിനീയറിംഗ് പഠനവും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ JEE എക്സാം കൂടെ എഴുതണം. അപ്പോൾ സ്വാഭാവികമായും JEEയുടെ പരീക്ഷയ്ക്ക് 2 തവണയുള്ള എക്സാമിന് ഏകദേശം 2000 രൂപ കൊടുത്ത് വീണ്ടും അപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ മെഡിക്കലിൻ്റെ നീറ്റ് എക്സാമിൽ ഫിസിക്സും കെമിസ്ട്രിയുമൊക്കെ എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി വീണ്ടും JEE എക്സാമിൽ അതേ വിഷയങ്ങൾ വീണ്ടും ആവർത്തിച്ച് പരീക്ഷ എഴുതണം. എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാങ്കേതിക പഠന മേഖലകളാവുന്ന IITകളിൽ പഠിക്കണമെങ്കിൽ JEE എക്സാമിൽ ഉയർന്ന മാർക്ക് നേടി വീണ്ടും ഒരു അഡ്വാൻസ് എക്സാം എഴുതാനുണ്ട്. അതിന് ഏകദേശം 3500 രൂപ പ്രവേശന പരീക്ഷ എഴുതണം. അപ്പോൾ 3500 രൂപ അടച്ച് വീണ്ടും രജിസ്റ്റർ ചെയ്ത് എഴുതുന്ന പരീക്ഷയിൽ വീണ്ടും ഇതേ ഫിസിക്സും ഇതേ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ വീണ്ടും ആവർത്തിച്ച് എക്സാം എഴുതണം. ഇനി JEE അതുപോലെ JEEയുടെ അഡ്വാൻസ് എക്സാം എന്നിവ കൊണ്ടൊക്കെ NIT, IIT എന്നീ സ്ഥാപനങ്ങളിലെ പ്രവേശനമാണ് സാധ്യമാവുക. എന്നാൽ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റു മികച്ച നിലവാരമുള്ള വിദ്യാലയങ്ങളാവുന്ന ഐസറുകൾ, നൈസർ എന്നിങ്ങനെയുള്ള സാങ്കേതിക പഠന മേഖലകളിലേക്ക്
മറ്റു പല എക്സാമുകളും എഴുതേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി വീണ്ടും ഐസറിലെ പ്രവേശനത്തിന് വേണ്ടി 2000 രൂപ അടച്ച് വീണ്ടും എക്സാം എഴുതണം. പിന്നെ നൈസറിൽ കിട്ടുമോ എന്ന് മോഹിച്ചുകൊണ്ട് 1500 രൂപ അടച്ച് വീണ്ടും എക്സാം എഴുതണം. ഇനി ആർക്കിടെക്ചർ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മോഹിച്ചുകൊണ്ട് നാറ്റ എക്സാം 2000 രൂപ അടച്ച് വീണ്ടും എഴുതണം. പിന്നെ മാത്തമാറ്റിക്സിൻ്റെ ഉയർന്ന പഠനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ISI CMI പോലെയുള്ള കലാലയങ്ങളിലേക്ക് വേണ്ടി 1500 രൂപ അടച്ച് വീണ്ടും എക്സാം എഴുതണം. പിന്നെ കീം, കുസാറ്റ് എന്നിങ്ങനെ സംസ്ഥാന തലത്തുള്ള വിദ്യാലയങ്ങളിലേക്ക് വേണ്ടി 1000 രൂപ 1500 രൂപ ഒക്കെ അടച്ച് വീണ്ടും പരീക്ഷ എഴുതണം. എന്നാൽ ഇതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോയോ? ഇല്ല. രാജ്യത്തെ മികച്ച സ്വകാര്യ സർവകലാശാലകളിലേക്ക്, ബിറ്റ്സാറ്റ്, VIT, SRM പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അതിനേക്കാളൊക്കെ വലിയ വലിയ പ്രവേശന പരീക്ഷ ഫീസ് അടച്ച് വീണ്ടും വീണ്ടും എക്സാം എഴുതണം. സത്യം പറഞ്ഞാൽ പ്രവേശന പരീക്ഷകളുടെ ഒരു കൊയ്ത്തുകാലമാണ് ഇന്ത്യയിൽ മെയ്, ജൂൺ മാസങ്ങൾ. ജനുവരി മാസത്തിലെ JEE മെയിനിൻ്റെ ഫസ്റ്റ് എക്സാം മുതൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നിത്യവും മനോവിഭ്രാന്തിയിലാണ്. ഓരോ വിദ്യാർത്ഥിയും ചുരുങ്ങിയത് ഒരു 20 പരീക്ഷകൾക്കെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഒരു 20,000 മുതൽ 30,000 രൂപ വരെ ഓരോ വിദ്യാർത്ഥിയും പരീക്ഷാ ഫീസ് അടക്കുന്നുണ്ട്. ഏതോ ഒരു പരീക്ഷ കൊണ്ട് ഏതോ ഒരു സർവകലാശാലയിൽ, ഏതോ ഒരു കോളേജിൽ, ഏതോ ഒരു ബിരുദ പഠനത്തിന് ചേരാൻ വേണ്ടിയാണ് ഇത്രയും പരീക്ഷകൾ എഴുതുന്നത്. ചൈനയിലുള്ള പോലെ ഒരു ഏകീകൃത പ്രവേശന പരീക്ഷാ സംവിധാനം നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാരതീയ വിദ്യാർത്ഥികൾക്കത് വലിയൊരു ആശ്വാസകരമായിരുന്നു.